സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടരുന്നു. ഭാഗം 3. എത്ര വലിയ കൊലപ്പുള്ളിക്കും ജാമ്യം കിട്ടാറുണ്ട്. കേസ് വാദിക്കാൻ നല്ലൊരു വക്കീലിനെ വെച്ചാൽ മതി. തലയിലെഴുത്തിൻ്റെ പിഴ കൊണ്ട് വന്നു വീണ ഈ അശനിപാത ഒഴിഞ്ഞു പോകാൻ അല്പ ദിവസങ്ങൾ മതി. പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷൻ സജീവമായി. 8 മണിയോടെ ഔസേപ്പച്ചനും അമ്മയെയും അവൻ സ്റ്റേഷൻ വരാന്തയിൽ കണ്ടു. അമ്മയുടെ കണ്ണുകൾ കരഞ്ഞിരിക്കുന്നു. വേറെ ആരുമില്ല അവരുടെ കൂടെ. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടി നേതാവ് ആരുമില്ലേ? ഔസേപ്പച്ചന് രാഷ്ട്രീയ കക്ഷികളുമായി അടുത്ത ബന്ധമുള്ളതാണല്ലോ. തക്ക സമയത്ത് തൻ്റെ സഹായത്തിനെത്താൻ ആർക്ക് സമയമുണ്ടായില്ലേ? 9 മണിക്ക് പോലീസ് ലോക്കപ്പ് തുറന്നു. വിൻസെൻറ്റിനെ മാന്യമായി വേഷം ധരിക്കാൻ അനുവദിച്ചു. കൈകളിൽ വിലങ്ങ് വെച്ചുകൊണ്ട് പോലീസ് അയാളെ പുറത്തിറക്കി. സൂസമ്മ മകനെ കണ്ട് വായു പൊത്തി കരഞ്ഞു. ഔസേപ്പച്ചൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വിൻസെൻറ്റിനെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്റ്റേഷൻ്റെ മുറ്റത്ത് വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. പായിപ്പാട് വിൻസെൻ്റ് എന്ന കൊലപ്പുള്ളിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ എത്തിയവരാണത്. അവരെ നിയന്ത്രിച്ച് നിർത്താൻ പോലീസ് പാടുപെടുന്നുണ്ട്. സ്റ്റേഷൻ വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ വിൻസെൻ്റ് അമ്മയുടെ വിങ്ങിപ്പൊട്ടുന്ന മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. യാത്രയിൽ എവിടെയോ വെച്ച് കൈവിട്ടുപോയ ഒരു കുഞ്ഞിനെ പോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയാനുള്ള വെമ്പൽ അയാൾ കടിച്ചടുക്കി. ഒന്നുകൂടി അമ്മയെ നോക്കാൻ കരുത്തുണ്ടായില്ല. അവൻ തലകുനിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിന് നേർക്ക് ഇറങ്ങി. പോലീസ് അവനെ കൊണ്ടുപോയി ജീപ്പിൽ കയറ്റിയിരുത്തി. ആൾക്കൂട്ടം ഉച്ചത്തിൽ ശകാരിക്കുകയും പല കമൻറ്റുകളും വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ വരെ തന്നോട് ചിരിച്ചവരും കുശലം പറഞ്ഞവരും അക്കൂട്ടത്തിലുണ്ട്. പോലീസുകാരുടെ വലയം ഭേദിച്ച് ഒരു തിരമാല പോലെ തള്ളിക്കയറാൻ വെമ്പുകയാണവർ. പോലീസ് ജീപ്പ് സ്റ്റാർട്ടായി. ആൾക്കൂട്ടത്തിനിടയിലൂടെ അത് റോഡിലേക്ക് നീങ്ങി. ആരൊക്കെയോ ജീപ്പിലിടിക്കുകയും അസഭ്യം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഔസേപ്പച്ചനും അമ്മയും സ്റ്റേഷൻ വരാന്തയിൽ നിൽക്കുന്നത് ജീപ്പിലിരുന്നു കൊണ്ട് വിൻസെൻ്റ് കണ്ടു. ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. ജനക്കൂട്ടം പിരിഞ്ഞുപോയി കഴിഞ്ഞാണ് ഔസേപ്പച്ചൻ സൂസമ്മയും കൂട്ടി ഇറങ്ങിയത്. അവർ കാറിൽ കയറി കോടതി ലക്ഷ്യമാക്കി ഓടിച്ചുപോയി. കോടതി മുറ്റത്ത് അവർ എത്തുമ്പോൾ വിൻസെൻറ്റിനെ ജീപ്പിൽ നിന്ന് ഇറക്കുന്നതേയുള്ളൂ. ഏതാനും ഫോട്ടോഗ്രാഫർമാർ ജീപ്പിന് പിന്നിൽ നിന്ന് അവർ ഇറങ്ങുന്ന പടം എടുക്കുകയാണ്. സൂസമ്മയെ കാറിനരികിൽ നിർത്തിയിട്ട് ഔസേപ്പച്ചൻ ആളുകൾക്കിടയിലൂടെ തിക്കി ജീപ്പിനടുത്ത് ചെന്നു. വിൻസെൻറ്റിനെ അടുത്ത് കാണാൻ ഔസേപ്പച്ചന് അവസരം കിട്ടി. ഫോട്ടോഗ്രാഫർമാർക്ക് ശരിക്കും മുഖം കൊടുക്കാതെ വിലങ്ങിട്ട കൈയാൽ മുഖം പാതി മറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വിൻസെൻ്റ്. പത്രക്കാർ 4 പടമെടുത്തോട്ടെ എന്ന് കരുതി തന്നെ പോലീസുകാർ വിൻസെൻറ്റിൻ്റെ പിന്നിൽ അണിനിരന്നു. വിൻസെൻ്റ് കിട്ടിയ സമയം കൊണ്ട് ഔസേപ്പച്ചനോട് സ്വരം താഴ്ത്തി പറഞ്ഞു, "നീ സ്റ്റെനിയെ കാണണം. ഞാൻ ഇന്നലെ രാത്രി അവൻ്റെ കൂടെ ആയിരുന്നു. പോലീസിനോട് അങ്ങനെ പറഞ്ഞേക്കണേ. അവനോടും പറയണം പോലീസ് ചോദിച്ചാൽ അങ്ങനെ പറയാൻ." ഔസേപ്പച്ചൻ തലകുലുക്കി. അതിനിടയിൽ SI ശശിശങ്കർ ഔസേപ്പച്ചനെ സമീപിച്ചു. "എന്താ തനിക്കിവിടെ കാര്യം?" "വിന്നിച്ചൻ എൻ്റെ ഫ്രണ്ടാ സാറേ." "അതൊക്കെ അങ്ങ് വീട്ടിൽ, താനങ്ങോട്ട് മാറുന്നില്ലേ?" ഔസേപ്പച്ചൻ അമ്പരന്നു പോയി. ഈ ഇൻസ്പെക്ടർ ശശിശങ്കർ അപരിചിതനെ പോലെ പെരുമാറുന്നതെന്ത്? അനേകം തവണ താനും ശശിശങ്കറും ഒന്നിച്ച് ഒരേ മേശയ്ക്ക് ഇരുവശത്തും ഇരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം ബില്ല് പേ ചെയ്തിട്ടുള്ളതും താനാണ്. തന്നോടല്ലേ പറഞ്ഞത്? ശശിശങ്കർ ചൂടായി. ഔസേപ്പച്ചൻ പിറകോട്ട് മാറി. പോലീസ് വിൻസെൻറ്റിനെയും കൊണ്ട് കോടതി വരാന്തയിലേക്ക് കയറിപ്പോയി. 11:30 മണിക്ക് പോലീസ് വിൻസെൻറ്റിനെ കോടതിയിൽ ഹാജരാക്കി. വിൻസെൻറ്റിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വിൻസെൻറ്റിനെ 15 ദിവസത്തേക്ക് സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാൻ ഉത്തരവായി. തെളിവെടുപ്പിനായി പോലീസ് വിൻസെൻറ്റിനെ മുളങ്കരയിലേക്ക് കൊണ്ടുവന്നു. കോസ്മോസ് സലൂണിലെ ബാർബർ കൊച്ചു നീലാണ്ടിനെയും തൊട്ടടുത്ത സ്റ്റേഷനറി കച്ചവടക്കാരൻ സ്കറിയാച്ചിനെയും പരിസരത്തുള്ള മറ്റു കടക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. കുറേ നാളുകൾക്ക് മുമ്പ് വിൻസെൻ്റ് സലൂണിൽ കയറി മുടി വെട്ടിച്ചുകൊണ്ടിരുന്ന സെബാസ്റ്റ്യനെ കയ്യേറ്റം ചെയ്തിരുന്നതായി അവർ മൊഴി നൽകി. സെബാസ്റ്റ്യനെ വലിച്ച് കടയ്ക്ക് വെളിയിൽ കൊണ്ടുപോയി അടിച്ചു. കൊച്ചു നീലാണ്ടൻ പറഞ്ഞു, 8 ലക്ഷം രൂപയും പലിശയും തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാൽ അടിച്ചത്. സെബാസ്റ്റ്യൻ അത്രയും കാശ് വിൻസെൻറ്റിനോട് കടം മേടിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് എൻ്റെ അറിവ്. അത് 25-ാം തീയതിക്കകം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ സെബാസ്റ്റ്യനെ ബെൻസ് കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് വിൻസെൻ്റ് അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. വെറുതെ വീമ്പ് പറയുന്നതാണെന്നാണ് ഞങ്ങളെന്ന് കരുതിയെ. സ്കറിയാച്ചൻ മൊഴി കൊടുത്തു. പോലീസ് മറ്റുള്ള കടക്കാരെയും ചോദ്യം ചെയ്തു. സ്കറിയാച്ചനും കൊച്ചു നീലാണ്ടനും പറഞ്ഞത് സത്യമാണെന്ന് അവർ സമ്മതിച്ചു. കൊലപാതകം നടന്ന ദിവസം വൈകുന്നേരം മരിയ ഹോട്ടലിൽ നിന്ന് വിൻസെൻ്റ് തൻ്റെ അനുജനെ ഫോണിൽ വിളിച്ചുവെന്ന് സെബാസ്റ്റ്യൻ്റെ അനുജൻ കുഞ്ഞുമോൻ പോലീസിന് തെളിവ് കൊടുത്തു. കുഞ്ഞുമോനാണ് ഫോൺ എടുത്തതും സെബാസ്റ്റ്യന് കൈമാറിയതും. വിൻസെൻ്റ് വിളിക്കുന്നു, അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞാണ് സെബാസ്റ്റ്യൻ വീട്ടിൽ നിന്നും പോയത്. പോലീസ് തെളിവെടുപ്പിനായി വിൻസെൻറ്റിനെയും കൂട്ടി മരിയ ഹോട്ടലിലെത്തി. മിനിഞ്ഞാന്ന് രാത്രി വിൻസെൻ്റ് റിസപ്ഷൻ കൗണ്ടറിലെ ഫോണിൽ നിന്നാണ് സെബാസ്റ്റ്യനെ വിളിച്ചതെന്ന് പോലീസ് പറഞ്ഞു.
സെബാസ്റ്റ്യൻ വന്നതും സെബാനും വിൻസെൻറ്റും കൂടി കാറിലിരുന്ന് സംസാരിക്കുന്നതും മാനേജർ കണ്ടിട്ടുണ്ട്. ബൈക്ക് സ്റ്റാർട്ടാകാതെ വന്നപ്പോൾ വിൻസെൻ്റ് സെബാസ്റ്റ്യൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നതും അയാൾ കണ്ടു. സെബാൻ്റെ കൂടെ വിൻസെൻ്റ് കാറിൽ പോകുന്നത് വേറെയും ചിലർ കണ്ടിട്ടുണ്ട്. ബെൻസ് കാറിൻ്റെ ടയറിലെ കാറ്റ് ചെക്ക് ചെയ്യാൻ ടയർ റീട്രേഡിംഗ് കടയിൽ മിനിഞ്ഞാന്ന് രാത്രി സെബാൻ ചെന്നപ്പോൾ സെബാനൊപ്പം വിൻസെൻറ്റിനെ കടയുടമ ചെല്ലപ്പൻ കണ്ടിരുന്നു. സെബാൻ്റെ കയ്യിൽ ചില്ലറയില്ലാഞ്ഞ് വിൻസെൻ്റാണ് പൈസ കൊടുത്തതെന്ന് കൂടി അയാൾ അറിയിച്ചു. പോലീസ് വിൻസെൻറ്റിനെ കൂട്ടി പാമ്പാടിയിലെ പെട്രോൾ പമ്പിലും ചെല്ലുകയുണ്ടായി. മിനിഞ്ഞാന്ന് രാത്രി വിൻസെൻറ്റിന് ക്യാനിൽ പെട്രോൾ നിറച്ചു കൊടുത്ത പെട്രോൾ പമ്പിലെ തൊഴിലാളിയും വിൻസെൻറ്റിനെ തിരിച്ചറിഞ്ഞു. മുളങ്കര സ്വദേശിയായ മണിയൻ എന്ന തൊഴിലാളിയായിരുന്നു അത്. അവന് നേരത്തെ തന്നെ വിൻസെൻറ്റിന് പരിചയമുണ്ട്. അവിടുത്തെ തെളിവ് ശേഖരണം നടക്കുന്നതിനിടയിൽ ഔസേപ്പച്ചൻ സ്റ്റാൻസ്ലാവോസിനെ ഫോണിൽ വിളിച്ചിരുന്നു. സ്റ്റാൻസ്ലാവോസ് ഓഫീസിലായിരുന്നു. സ്റ്റാൻസ്ലാവോസിനെ ലൈനിൽ കിട്ടിയ ഉടനെ ഔസേപ്പച്ചൻ പറഞ്ഞു, മാറിവാനിയോസേ, ഇത് ഞാനാ ഔസേപ്പച്ചൻ. സ്റ്റാൻസ്ലാവോസിന് സന്തോഷമായി. ഔസേപ്പച്ചൻ വിളിക്കാറില്ലാത്തതാണ്. ഔസേപ്പച്ചൻ ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ മുഴുവൻ അയാളെ ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പോലീസ് വന്ന് ചോദിച്ചാൽ വിന്നിച്ചൻ ഇന്നലെ രാത്രി തൻ്റെ കൂടെ ആയിരുന്നേ എന്ന് പറയാവൂ, അല്ലെങ്കിൽ അവൻ കുടുങ്ങും. ഇന്നലെ കോട്ടയത്ത് വന്നപ്പോൾ അവൻ അവിടെ വന്നില്ലായിരുന്നോ? ഇല്ല, ഞാനവനെ ഇന്നലെ കണ്ടിട്ട് പോലുമില്ല. സ്റ്റാൻലാവോസ് പറഞ്ഞു. കണ്ടാൽ ശരി, ഇല്ലെങ്കിൽ ശരി. വിന്നിച്ചനൊരു ആപത്ത് വന്നിരിക്കുക. തൻ്റെ ഒറ്റ വാക്ക് മതി മാറിവാനിയോസെ അവനെ രക്ഷിക്കാൻ. പക്ഷേ ഞാനിന്നലെ ഒഴിയാനൊന്നും നോക്കണ്ട. ആപത്തിൽ ഉപേക്ഷിക്കുന്നവൻ നല്ല കൂട്ടുകാരനല്ല മാറിവാനിയോസെ. പോലീസ് ഇപ്പോഴങ്ങ് വരും. ഔസേപ്പച്ചൻ ഫോൺ വെച്ചു. സ്റ്റാൻസ്ലാവോസ് പിന്നെയും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്പനേരം കൂടി നിന്നു. വിന്നി ഒരു കൊലപാതകം ചെയ്യുക, പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുക, തൻ്റെ ഒരു വാക്കിന്മേൽ അവൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. സ്റ്റാൻസ്ലാവോസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പാമ്പാടിയിൽ നിന്ന് പോലീസ് വിൻസെൻറ്റിനെയും കൊണ്ട് സ്റ്റാൻസ്ലാവോസിൻ്റെ ഓഫീസിലെത്തി. പോലീസ് സ്റ്റാൻസ്ലാവോസിനെ വിളിച്ച് ജീപ്പിനടുത്തേക്ക് കൊണ്ടുവന്നു. ജീപ്പിനുള്ളിൽ വിൻസെൻ്റ് കൈവിലങ്ങുമായി ഇരിക്കുന്നത് കണ്ട് സ്റ്റാൻസ്ലാവോസ് ഞെട്ടി. ആ ഇരിക്കുന്ന വിൻസെൻ്റ് നിങ്ങളുടെ സുഹൃത്താണോ? എസ് ഐ ശശിശങ്കർ ചോദിച്ചു. അതെ, അയാൾ ഇവിടെ വന്ന് തന്നോടൊപ്പം താമസിക്കാറുണ്ട്. ഉവ്വ്. ഇന്നലെ രാത്രി വിൻസെൻ്റ് തന്നോടൊപ്പം ആയിരുന്നെന്ന് പറയുന്നു. അത് ശരിയാണോ? സ്റ്റാൻസ്ലാവോസിൻ്റെ മുഖം വിളറി. അയാൾ വിൻസെൻറ്റിനെ നോക്കി. വിൻസെൻറ്റിൻ്റെ യാചനാപൂർണമായ നോട്ടം അയാളുടെ മുഖത്ത് തന്നെ തങ്ങി നിന്നു. പറ, അയാൾ ഇന്നലെ രാത്രി തൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? സ്റ്റാൻസ്ലാവോസ് ഒന്നറച്ചു. പറയടോ. ഇല്ലായിരുന്നു. ആ മറുപടി കേട്ട് വിൻസെൻ്റ് നടുങ്ങി. ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തോ? ശശിശങ്കർ വീണ്ടും ചോദിച്ചു. ഇല്ല. തളർന്നു പോയ വിൻസെൻ്റ് തൻ്റെ കൈവിലങ്ങുകളിലേക്ക് മുഖം ചായച്ചു. പോലീസ് വിൻസെൻറ്റിനെയും കൊണ്ട് മുളങ്കരയിൽ തിരിച്ചെത്തി. ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിലേക്ക് അവർ വിൻസെൻറ്റിനെ കൊണ്ടുചെന്നു. പോലീസ് വിൻസെൻറ്റിനെയും കൊണ്ട് തൻ്റെ വർക്ക്ഷോപ്പിൽ വന്നു തറഞ്ഞ ഔസേപ്പച്ചൻ തൻ്റെ കാറിൽ കുതിച്ചെത്തി. ഇൻസ്പെക്ടർ ശശിശങ്കർ ഔസേപ്പച്ചനെ ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യനും വിൻസെൻറ്റും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി നിങ്ങൾക്കറിയാമോ? മുൻവൈരാഗ്യമൊന്നുമില്ലായിരുന്നു. അവർ ഫ്രണ്ട്സായിരുന്നു സാർ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളെന്നാണോ അർത്ഥം? അല്ല സാർ, അവർ തമ്മിൽ വഴക്കുണ്ടായ വിവരം തനിക്കറിയാമല്ലോ. വഴക്ക് ഒത്തുതീർപ്പിലാക്കാൻ താൻ ശ്രമിച്ചുവെന്നും കേട്ടല്ലോ. അത് ശരിയാണ്. ശത്രുതയുള്ളപ്പോഴാണല്ലോ വഴക്കുണ്ടാവുക, അതോ സ്നേഹിച്ചിരിക്കുമ്പോഴോ? ഔസേപ്പച്ചൻ കുഴങ്ങി. അന്ന് വിൻസെൻ്റ് സെബാസ്റ്റ്യനെ മരിയ ഹോട്ടലിൽ വിളിച്ചു വരുത്തുമ്പോൾ താനും ഉണ്ടായിരുന്നില്ലേ കൂടെ? ഉവ്വ്. എന്തിനു വേണ്ടിയായിരുന്നു സെബാസ്റ്റ്യനെ വിളിച്ചു വരുത്തിയത്? സെബാസ്റ്റ്യൻ വിന്നിച്ചന് കൊടുക്കാനുള്ള പണത്തെപ്പറ്റി സംസാരിക്കാനായിരുന്നു. വിന്നിച്ചനോ? ഞങ്ങൾ അങ്ങനെയാണ് വിന്നിച്ചനെ വിളിക്കാറ്. സെബാൻ എന്നും. എത്ര രൂപയാണ് സെബാസ്റ്റ്യൻ വിൻസെൻറ്റിന് കൊടുക്കാനുണ്ടായിരുന്നതെന്ന് തനിക്കറിയാമോ? 8 ലക്ഷം രൂപ. ഇതാരാണ് തന്നോട് പറഞ്ഞത്? സെബാസ്റ്റ്യനോ വിൻസെൻറ്റോ? അത്രയും കിട്ടാനുണ്ടെന്ന് വിൻസെൻറ്റും കൊടുക്കാനുണ്ടെന്ന് സെബാസ്റ്റ്യനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും എന്നോട് കള്ളം പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പണം കിട്ടിയില്ലെങ്കിൽ വിൻസെൻ്റ് സെബാനെ കൊല്ലുമെന്ന് തന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല. കൊല്ലുമെന്ന് ആരോടെങ്കിലും പറഞ്ഞതായി തനിക്കറിയാമോ? 25-ാം തീയതിക്കകം പണം കിട്ടിയില്ലെങ്കിൽ കാറ് കത്തിച്ച് കളയുമെന്നോ മറ്റോ ബാർബർ ഷോപ്പിൻ്റെ മുൻപിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതായി കേട്ടു. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ കൊന്നേക്കുമെന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നോ? സംശയമില്ലെന്ന് മാത്രമല്ല, അയാളത് ചെയ്യില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താനൊടുവിൽ സെബാസ്റ്റ്യനെ കാണുമ്പോൾ അയാൾ പ്രതിയോടൊപ്പം ആയിരുന്നില്ലേ? സെബാൻ്റെ കാറിലിരുന്നവർ പണമിടപാടിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ വന്നിട്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയത്. പ്രതിയും സെബാസ്റ്റ്യനും തമ്മിലുള്ള സംഭാഷണം സൗഹൃദത്തിലായിരുന്നോ? അതോ ഞാൻ പോരുമ്പോൾ അവർ ചങ്ങാതിമാരെ പോലെ ഇരുന്നാണ് സംസാരിച്ചത്? വിൻസെൻറ്റിൻ്റെ മോട്ടോർ ബൈക്കിന് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നതായി തനിക്കറിയാമോ? ഇല്ല. ബൈക്കിലാണ് വിൻസെൻ്റ് മരിയ ഹോട്ടലിൽ വന്നത്. അപ്പോൾ വിൻസെൻ്റ് ബൈക്കിന് കേടുണ്ടെന്ന് ഭാവിച്ച് സെബാസ്റ്റ്യൻ്റെ കാറിൽ കയറിക്കൂടുകയായിരുന്നു അല്ലേ?
എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾക്ക് സെബാസ്റ്റ്യൻ എത്ര ലക്ഷം രൂപ തരാനുണ്ടായിരുന്നു? എനിക്കൊന്നും തരാനില്ലായിരുന്നു സാർ. വിൻസെൻ്റ് സംഭവ ദിവസം രാത്രി എവിടെയെങ്കിലും പോകുന്ന കാര്യം തന്നോട് പറഞ്ഞിരുന്നോ? കൂട്ടുകാരനെ കാണാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. ഏത് കൂട്ടുകാരനെ? സ്റ്റാൻ പേര് മുഴുവൻ കിട്ടാതെ ഔസേപ്പച്ചൻ പതുങ്ങി. സ്റ്റാൻസ്ലാവോസിനെയാണോ? അതെ. രാത്രി അയാളോടൊപ്പം താമസിക്കുമെന്നാണോ പറഞ്ഞിരുന്നത്? അങ്ങനെയായിരുന്നു പതിവ്. നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വന്ന് പ്രതിയുടെ ബൈക്കിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കണം, SI ശശിശങ്കർ നിർദ്ദേശിച്ചു. ഔസേപ്പച്ചൻ തൻ്റെ ഒരു മെക്കാനിക്കിനെ കൂട്ടി ഇൻസ്പെക്ടറോടൊപ്പം മരിയ ഹോസ്റ്റലിന് മുൻപിലേക്ക് പോയി. പോലീസ് പായിപ്പാട്ട് വിൻസെൻറ്റിനെയും കൊണ്ട് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വന്നിരിക്കുന്നു എന്നറിഞ്ഞ് മുളങ്കര ടൗണിൽ ആൾ കൂടി. ഔസേപ്പച്ചൻ്റെ മെക്കാനിക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു നോക്കി. ഒരു തകരാറും കൂടാതെ അത് സ്റ്റാർട്ടായി. ബൈക്ക് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച ശേഷം ഇൻസ്പെക്ടർ ശശിശങ്കർ വിൻസെൻറ്റിനെ പായിപ്പാട്ടേക്ക് കൊണ്ടുപോയി. കൈവിലങ്ങുകളോടെ തൻ്റെ മകൻ പോലീസിനൊപ്പം വീട്ടിലേക്ക് വരുന്നത് കണ്ട് സൂസമ്മയുടെ നെഞ്ചു പൊട്ടി. ശശിശങ്കർ കുടുംബാംഗങ്ങളോടെല്ലാം സിറ്റൗട്ടിലേക്ക് വിളിച്ചു വരുത്തി. സൂസമ്മയോടും ആനിയോടും ജൂലിയോടും ഇൻസ്പെക്ടർ സൗമ്യമായാണ് പെരുമാറിയത്. വിൻസെൻ്റ് മിനിഞ്ഞാന്ന് രാത്രി വീട്ടിലില്ലായിരുന്നല്ലോ അല്ലേ? ശശിശങ്കർ സൂസമ്മയോട് ചോദിച്ചു. ഇല്ലായിരുന്നു. എവിടെ പോകുന്നുവെന്ന് പറഞ്ഞിട്ടാണ് വിൻസെൻ്റ് പോയത്? കോട്ടയത്തിന് പോകുന്നെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചില്ലേ? സ്റ്റാൻസ്ലാവോസിനെ കാണാനാണെന്നാ പറഞ്ഞേ. പിറ്റേ ദിവസമേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞോ? ഉവ്. അങ്ങനെ യാത്ര പതിവുള്ളതാണോ? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. സ്റ്റാൻസ്ലാവോസ് ആരാ? നിങ്ങളുടെ റിലേറ്റീവാണോ? അല്ല, വിന്നിയുടെ ഫ്രണ്ടാ. നിങ്ങളുടെ മകൻ തിരിച്ചു വന്നപ്പോൾ എവിടെയായിരുന്നെന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങൾ ചോദിച്ചുമില്ലേ? ഇല്ല. വന്നപ്പോൾ സമയം എത്രയായി? 8:30 കാണും. വന്നയുടനെ അയാൾ എന്തു ചെയ്തു? ഉറങ്ങാൻ കിടന്നു. രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഇല്ല. എന്നാൽ ഞാൻ പറയാം. ഇന്നലെ നിങ്ങളുടെ മകൻ സ്റ്റാൻസ്ലാവോസിനടുത്ത് ചെന്നിട്ടില്ല. അയാളെ കണ്ടിട്ടുമിട്ടു. സൂസമ്മ ഞെട്ടി. ആര് പറഞ്ഞു? എല്ലാം നുണയാണ് സാർ. SI പരിഹാസഭാവത്തിൽ ഒന്ന് ചിരിച്ചു. അതിനുശേഷം മറ്റു കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തു. വീടിനുള്ളിൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സൂസമ്മയും കുടുംബാംഗങ്ങളും വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. വെളിയിൽ ജീപ്പിനരികിൽ വിൻസെൻ്റ് തലകുനിച്ച് നിൽപ്പുണ്ടായിരുന്നു. സൂസമ്മയുടെ നേർക്ക് അവൻ നോക്കുക പോലും ഉണ്ടായില്ല. കെണിയിൽ കുടുങ്ങിയ വേട്ടമൃഗത്തെപ്പോലെ അവൻ പരിഭ്രാന്തനും ക്ഷീണിതനും നിരാശനുമായി കാണപ്പെട്ടു. സൂസമ്മ പോർച്ചിൽ തൂണിൽ ചാരി നിന്ന് വിതുമ്പി കരഞ്ഞു. വീട്ടിനുള്ളിലെ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സംഘം വിൻസെൻറ്റിനെയും കൊണ്ട് തിരിച്ചുപോയി. അല്പം കഴിഞ്ഞപ്പോൾ ഔസേപ്പച്ചൻ കാർ ഓടിച്ച് വീട്ടിലെത്തി. സൂസമ്മയും ആനിയും ജൂലിയും ജസ്റ്റിനും സർവ്വവും തകർന്നതുപോലെ ഇരിക്കുകയായിരുന്നു. ഔസേപ്പച്ചനെ കണ്ടതും സൂസമ്മ പൊട്ടിക്കരഞ്ഞു. എന്തൊക്കെയാ മോനെ സംഭവിച്ചത്? ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റാതെ തുറന്നു പറ. എനിക്കൊന്നും അറിയില്ല സൂസമ്മച്ചി. എന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. സൂസമ്മ വീണ്ടും കരയാൻ തുടങ്ങി. പോലീസുകാർ അവനെ ഉപദ്രവിച്ചില്ലേ ഔസേപ്പച്ച? അവൻ്റെ മുഖം കണ്ടാലറിയാം. അവന് ശരിക്കും നിൽക്കാൻ പോലും വയ്യ. ഇനി അവരവനെ ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. കുറച്ച് പണം മുടക്കേണ്ടി വരും. കാശ് എത്ര വേണേൽ തരാം ഔസേപ്പച്ച. എൻ്റെ മോനൊരു കേട് പറ്റരുത്. അത് ഞാൻ ഏറ്റു. വിൻസെൻറ്റിൻ്റെ കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ച ശേഷം ഔസേപ്പച്ചൻ കാറിൽ കയറി യാത്രയായി. ഈ സമയം വിൻസെൻറ്റിനെ ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു SI ശശിശങ്കറും സംഘവും. സത്യം പറഞ്ഞോടാ കള്ള റാസ്കൽ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? കള്ളം പറഞ്ഞ് നീ ഇനി രക്ഷപ്പെടില്ല. ഇടിയും ചവിട്ടുമേറ്റ് തളർന്ന വിൻസെൻറ്റിന് ഒടുവിൽ സത്യം തുറന്നു പറയേണ്ടി വന്നു. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഓറിയൻ ഹോട്ടലിലായിരുന്നു സാർ. എവിടെ? കോട്ടയത്ത്. എന്താടാ തെളിവ്? എൻ്റെ കൂടെ ദേവസിക്കുട്ടിയുടെ മകൾ വിജിയും ഉണ്ടായിരുന്നു സാർ. SI ശശിശങ്കർ കണ്ണ് ചിമ്മി. ദേവസിക്കുട്ടിയെ അയാൾക്കറിയാം. മുളങ്കരയിലെ സമ്പന്നന്മാരിൽ ഒരുവനാണ്. അയാളുടെ സുന്ദരിയായ മകളെ SI കണ്ടിട്ടുണ്ട്. ദേവസിക്കുട്ടിയുടെ മകളുമായിട്ട് നിനക്ക് എന്താടാ ഇടപാട്? ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. തുടർന്ന് വിൻസെൻ്റ് അന്ന് സംഭവിച്ചത് മുഴുവൻ വിശദമായി പറഞ്ഞു. SIയുടെ കണ്ണുകൾ എരിഞ്ഞു. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ഈ പന്നി ആ പച്ചക്കരിമ്പ് പോലത്തെ പെണ്ണിൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ. മുഖമടിച്ച് ഒറ്റ അടിയടിച്ചിട്ട് SI ശശിശങ്കർ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് തല ചുവരിലേക്കിടിച്ചു. നേരത്തെ ചോദിച്ചപ്പോൾ ഇതെന്തുകൊണ്ടാണ്ടാ നായിൻ്റെ മോനെ പറയാഞ്ഞത്? അവൾക്ക് ദുഷ്പേരാകുമല്ലോ എന്ന് കരുതിയിട്ടാ സാറേ. എന്നിട്ടിപ്പോഴോ? സത്യം പുറത്തു കൊണ്ടുവരാൻ വേറൊരു മാർഗവും ഞാൻ കണ്ടില്ല. നീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. ഓർത്തു. വിജി സത്യം പറയും സാർ. പിന്നെ ആ ഹോട്ടലുകാർക്കും അറിയാം രാത്രി ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്ന്. SI ശശിശങ്കർ ഉടൻ തന്നെ ജീപ്പ് എടുത്ത് ദേവസിക്കുട്ടിയുടെ വീട്ടിലെത്തി. ദേവസിക്കുട്ടി ആദരപൂർവ്വം ശശിശങ്കറെ സ്വീകരിച്ചിരുത്തി
കുശലാന്വേഷണത്തിനിടയിൽ സെബാസ്റ്റ്യൻ കൊലക്കേസിൻ്റെ പുരോഗതിയെപ്പറ്റി ചോദിച്ചു. അതെന്തായി? ആ പായിപ്പാട്ട് വിൻസെൻ്റ് തന്നെയാണോ കൊന്നത്? ഞങ്ങൾ അങ്ങനെയാ കരുതുന്നേ. വേറെ പലരെ സംശയിക്കുന്നുണ്ട്, എസ് ഐ പറഞ്ഞു. അവനൊരു മര്യാദക്കാരനാണല്ലോ, പഠിച്ചവനുമാ. അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ? കൊലപാതകം ആർക്കും ചെയ്യാം. എറുമ്പിനെ കൊല്ലാൻ അറയ്ക്കുന്നവൻ കൂടി ഒരു മനുഷ്യനെ കൊന്നൊന്നു വരും. അതിനുള്ള പ്രകോപനം ഉണ്ടായാൽ മതി. അത് ശരിയാ. എന്നാലും ഇത്ര നിഷ്ഠൂരമായിട്ട് വാടക കൊലയാളികൾ ചെയ്യുന്ന പോലെ അതും സംശയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ളവർ ചെയ്യുമോ? തെളിവുകളെല്ലാം അവനെതിരാണ്. എങ്കിലും തീർത്തു പറയാറായിട്ടില്ല. ആ സെബാസ്റ്റ്യൻ അത്ര നല്ലവനൊന്നുമല്ലായിരുന്നു. എനിക്കും അവൻ കുറച്ച് പണം തരാനുണ്ട്. പല അവധിയും തെറ്റിച്ചു. വാക്കിന് നേരെ നെറിയുമില്ലാത്തവനായിരുന്നു. ദേവസിക്കുട്ടിക്ക് എത്ര രൂപ തരാനുണ്ട് സെബാസ്റ്റ്യൻ? കണക്ക് നോക്കണം. എന്നാലും ഒരു ഏകദേശം. പലതരത്തിലുള്ള ഇടപാടാ, കണക്ക് നോക്കണം. ഇതിനിടയിൽ കേസ് വേറൊരു വഴിക്ക് തിരിയുന്ന ലക്ഷണം കാണുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിനാണ് ഞാനിവിടെ വന്നത്. അതിനിവിടെ എന്താ കാര്യം? കാര്യമുണ്ട്. നിങ്ങളുടെ മകളും പായിപ്പാട്ട് വിൻസെൻറ്റും തമ്മിൽ സ്നേഹത്തിലായിരുന്നോ? ദേവസിക്കുട്ടി അന്താളിച്ചു പോയി. എന്നാര് പറഞ്ഞു? വിൻസെൻ്റ്. പരിചയം കാണുമായിരിക്കും. അല്ലാതെ. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ ദേവസിക്കുട്ടിക്ക് മറ്റൊന്നും തോന്നരുത്. പറഞ്ഞു. കൊലപാതകം നടന്ന രാത്രിയിൽ നിങ്ങളുടെ മകൾ വിജി വിൻസെൻറ്റിനോടൊപ്പം കോട്ടയത്ത് ഹോട്ടൽ ഓറിയോണിലായിരുന്നെന്നാണ് വിൻസെൻ്റ് പറയുന്നത്. എന്താ അസംബന്ധമാണ് നിങ്ങളീ പറയുന്നേ? ദേവസിക്കുട്ടിയുടെ മുഖം ചുവന്നു. ഞാനല്ല, വിൻസെൻ്റാ പറഞ്ഞത്. അവൻ്റെ ചത്തുപോയ തന്ത ദാനിയേൽ കുഴിമാടത്തിൽ നിന്ന് ഏറ്റു വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷേങ്കിൽ ഇത് വിശ്വസിക്കുകയില്ല. എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം, ചോദ്യം ചെയ്യണം. എന്തിന്? അന്ന് രാവിലെ അവൾ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയതാ. പിന്നെ എങ്ങനെ രാത്രിയിൽ അവൻ്റെ കൂടെ ഹോട്ടലിൽ കയറുന്നേ? തെണ്ടിത്തരം പറയുന്നതിന് ഒരു അതിരില്ലേ? നിങ്ങളുടെ മകൾ കോട്ടയത്തെ ആൻറ്റിയുടെ വീട്ടിൽ പോകാറുണ്ടോ? അതൂവ്. എന്നാൽ അവിടെ കയറിയിട്ട് അവൾ റെയിൽവേ സ്റ്റേഷനിൽ അവന് വേണ്ടി കാത്തു നിന്നു. ഓരോ തവണ നിങ്ങളുടെ മകൾ വന്നിട്ട് പോകുമ്പോഴും തൃശ്ശൂർ വരെ അവരൊന്നിച്ച് ട്രെയിനിൽ പോകും. മിനിഞ്ഞാന്ന് രാത്രി പക്ഷേ അവൻ ചെല്ലാൻ വൈകിയത് കാരണം ട്രെയിൻ കിട്ടിയില്ല. അവർ ഓറിയോണിൽ മുറിയെടുത്തു. രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ടുചെന്ന് അവൻ അവളെ ഒരു തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിൽ കയറ്റി വിട്ടു. ഇതാണ് വിൻസെൻ്റ് പറയുന്നത്. ആൻ്റണി, ദേവസിക്കുട്ടി വിളിച്ചു. എന്താ പപ്പ? കേട്ടു നിന്ന ആൻ്റണിയും ഭയചകിതനായിരുന്നു. പെണ്ണമ്മയോട് പറ, ഒരു ഗ്ലാസ് വെള്ളം. ദേവസിക്കുട്ടിയുടെ കഷ്ണിത്തലയിൽ എമ്പാടും വിയർപ്പ് കുമിളകൾ പൊന്തി. ആഴത്തിൽ 4 ചുളിവുകളുള്ള നെറ്റിയിലും തടിച്ച മൂക്കിൻ തുമ്പിലും വിയർപ്പ് കുമിളിച്ചു. എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം. ഞാൻ അവളെ ഇങ്ങോട്ട് വരുത്താം. അതൊക്കെ താമസമാകും. ഒരു താമസവുമില്ല. സാറ് നാളെ രാവിലെ ഇവിടെ വന്നാൽ മതി. അവൾ ഇവിടെ കാണും. വിശ്വാസം വരാതെ SI അയാളെ നോക്കി. ഉറപ്പ്? ദേവസിക്കുട്ടിയാ പറയുന്നത്. ശരി. വൈകാതെ ഇൻസ്പെക്ടർ ശശിശങ്കർ ജീപ്പ് ഓടിച്ചു പോയി. ദേവസിക്കുട്ടി ആൻ്റണിയെ നോക്കി. കാറെടുത്ത് പോടാ തൃശ്ശൂർക്ക്. നേരം വെളുക്കും മുമ്പ് അവളെ ഇവിടെ എത്തിക്കണം. ആൻ്റണി ഉടൻ പുറപ്പെട്ടു. ജോമോനെ, ജീപ്പ് ഇറക്കടാ. എങ്ങോട്ടാ പപ്പ? കോട്ടയത്തിന്. ആ ഹോട്ടലിൻ്റെ പേരെന്തോന്നാടാ പറഞ്ഞേ? ഓറിയോൺ. വണ്ടി ഇറക്ക്. 5 മിനിറ്റിനുള്ളിൽ ദേവസിക്കുട്ടി റെഡിയായി. ജോമോനെയും കൂട്ടി അയാൾ ജീപ്പിൽ കോട്ടയത്തിന് പുറപ്പെട്ടു. ശശിശങ്കർ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവന് അന്വേഷണ റിപ്പോർട്ട് നൽകാനായി CAയുടെ ഓഫീസ് റൂമിലേക്ക്. അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ അയാൾ CAയെ ധരിപ്പിച്ചു. എല്ലാം തലകുലുക്കിയും മൂളിയും കേട്ട ശേഷം CA വിജയരാഘവൻ പറഞ്ഞു. ശശി ഉടൻ കോട്ടയത്തിന് പോകും. ഹോട്ടൽ ഓറിയോണിൽ ചെന്ന് ഒന്ന് അന്വേഷിക്കുക. കുന്തം പോയാൽ കുടത്തിലും തപ്പണമല്ലോ. സാർ, ഉത്തരവ് ശിരസാ വഹിച്ച് ശശിശങ്കർ എഴുന്നേറ്റു. CAയുടെ മേശപ്പുറത്ത് ടെലിഫോൺ ശബ്ദിച്ചു. വിജയരാഘവൻ റിസീവർ എടുത്തു. ഹലോ, CA വിജയരാഘവൻ. മറുപടിയായി എന്തോ കഠിന വാർത്ത കേട്ട പോലെ CAയുടെ മുഖം മുറുകി. എപ്പോൾ? ഓ, അത് ശരി. ഓക്കെ, ഞങ്ങളിതാ വരുന്നു. CA റിസീവർ വെച്ചു. എടോ, റോസ്വില്ലയിലെ മൈക്കിളിൻ്റെ ഭാര്യ റോസ്മേരി സൂയിസൈഡ് ചെയ്തെന്ന്. വണ്ടി ഇറക്കാൻ പറ, ഉടൻ ചെല്ലണം. സാർ, ആ ഗൾഫുകാരൻ മൈക്കിൾ മാനുവലിൻ്റെ? അത് തന്നെ. CA തൊപ്പിയും പാറ്റണും മേശപ്പുറത്തു നിന്ന് എടുത്തു. കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ്റെ അയൽവാസിയാണല്ലോ സാർ ആ സ്ത്രീ. ഗൾഫുകാരൻ മൈക്കിളിൻ്റെ ഭാര്യ റോസ്മേരിയെ അറിയാത്തവർ മുളങ്കരയിൽ നന്നേ ചുരുക്കം. സമ്പന്നയായ യുവസുന്ദരി. സെബാസ്റ്റ്യൻ്റെ അയൽവാസിയാണ് ആ സ്ത്രീയെന്ന് കേട്ടപ്പോൾ CA വിജയരാഘവൻ്റെ നെറ്റിയിൽ ഒരാലോചനയുടെ ചുളിവുകൾ ദൃശ്യമായി. പോലീസ് എത്തുമ്പോഴേക്കും റോസ്വില്ലയുടെ പരിസരം ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. മുളങ്കരയിലെ ആളുകൾ ഭൂരിഭാഗവും ആ ഇരുനില മാളികയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. റോസ്വില്ലയെയും അവിടുത്തെ അന്തേവാസിനിയായ റോസ്മേരിയെയും അറിയാത്തവർ മുളങ്കരയിൽ നന്നേ ചുരുക്കമായിരുന്നു. സുന്ദരിയായിരുന്ന റോസ്മേരി പുറത്തേക്കൊന്നിറങ്ങിയാൽ മുളങ്കരയുടെ കണ്ണുകൾ പിന്നെ അവളിലായിരിക്കും.
ചെറുപ്പക്കാർ മാത്രമല്ല, മധ്യവയസ്കരും റോസ്മേരിയെ കാണുമ്പോൾ കുറെ കൂടി ചെറുപ്പമായി തീരാറുണ്ടായിരുന്നു. രാജസുന്ദരി എന്നാണ് ഔസേപ്പച്ചൻ അവളെ രഹസ്യമായി സംബോധന ചെയ്തിരുന്നത്. രാജകുമാരിയെന്നോ മഹാറാണിയെന്നോ അപ്സരസോ എന്നോ സൗന്ദര്യത്തിടുമ്പെന്നോ സംബോധന ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ഔസേപ്പച്ചന്. അവളെപ്പോലെ ഉജ്ജ്വല സൗന്ദര്യമുള്ള ഒരു യുവതിക്ക് രാജസുന്ദരി എന്ന പേര് മാത്രമേ ഇണങ്ങൂ എന്ന് ഔസേപ്പച്ചൻ പറയുമായിരുന്നു. റോസ്മേരിയുടെ ഭർത്താവ് മൈക്കിൾ കഠിനഹൃദയനാണെന്നും അല്ലെന്നും അയാൾ ഒരു നിർവികാരനാണെന്നും അല്ലെന്നും ജനസംസാരമുണ്ടായിരുന്നു. എന്തായാലും മുളങ്കരക്കാർക്കൊന്ന് തീർച്ചയായിരുന്നു, മൈക്കിളല്ലാതെ ഈ ലോകത്ത് പെണ്ണിനെയും സൗന്ദര്യത്തെയും കൊതിക്കുന്ന മറ്റാരും റോസ്മേരിയെപ്പോലെ ഒരു സുന്ദരിയെ ആ ഇരുനിലമാളികയിൽ തനിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. അവൾ ആളുകളോട്, പണ്ഡിതനോടും പാമരനോടും കുചേലനോടും സൗമ്യമായും സരസമായും സംസാരിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കും. അവൾ തനിയെ കാർ ഓടിച്ചാണ് പള്ളിയിലും മാർക്കറ്റിലും ഷോപ്പിംഗ് സെൻറ്ററുകളിലും സെബാസ്റ്റ്യൻ്റെ ബ്ലേഡ് കമ്പനി ഓഫീസിലും പോയിരുന്നത്. റോസ്മേരിയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ പല അപവാദങ്ങളെല്ലാം പ്രചരിച്ചിരുന്നു. റോസ്മേരി പുരുഷന്മാരിൽ ആസക്തിയാണെന്നും പലരും രാപ്പകൽ ഭേദമന്യേ അവളെ സന്ദർശിക്കാൻ വരാറുണ്ടെന്നും ആളുകൾ രഹസ്യമായി പറഞ്ഞു നടന്നു. ആ വലിയ മതിൽക്കെട്ടിനുള്ളിലേക്ക് കാറുകളും ജീപ്പുകളും ബൈക്കുകളും വരികയും പോവുകയും ചെയ്യുന്നത് കണ്ട് അമർഷം കൊണ്ടിരുന്ന ആളുകളുടെ നെഞ്ചിൽ അസൂയയുടെ തീ അണച്ചത് സെബാസ്റ്റ്യനായിരുന്നു. ബെൻസ് കാറിൽ റോസ്വില്ലയിൽ പോയി വന്ന ശേഷം സെബാൻ പറഞ്ഞു, റോസ്മേരി നല്ലവളാണ്. അവളെ സന്ദർശിക്കാൻ വരുന്നവർ അവളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ബന്ധുമിത്രാദികൾ ഏറെയുള്ള ഒരു ധനിക കുടുംബത്തിലെ അംഗമാണ് റോസ്മേരി. അതുകൊണ്ടാണ് അവൾക്ക് നിത്യേന അതിഥികളുള്ളത്. ആ റോസ്മേരിയാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസ് റോസ്വില്ലയിലെത്തി അവരുടെ നടപടികൾ ആരംഭിച്ചു. ബെഡ്റൂമിലാണ് റോസ്മേരിയുടെ മൃതദേഹം കിടന്നത്. കട്ടിലിന് കുറുകെ മുട്ടുകുത്തി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മേശപ്പുറത്തു നിന്നും പോലീസ് വിഷദ്രാവകമടങ്ങിയ കുപ്പിയും മധുരപദാർത്ഥങ്ങളും കണ്ടെടുത്തു. റോസ്മേരി ആത്മഹത്യാക്കുറിപ്പ് ഒന്നും എഴുതി വെച്ചിട്ടില്ലെന്ന് വീട്ടിനുള്ളിൽ നിന്നും നടത്തിയ തെരച്ചിലിൽ പോലീസിന് വ്യക്തമായി. റോസ്മേരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ശേഷം പോലീസ് എല്ലാറ്റിനും മുഖസാക്ഷിയായി നിന്ന മൈക്കിളിനെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു. മൈക്കിളിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ചില നിഗമനങ്ങളിൽ എത്താനുള്ള പഴുതുകൾ പോലീസിന് ലഭിക്കുകയുണ്ടായി. അതിലൊന്ന്, മൈക്കിൾ റോസ്മേരിയെ കൊലപ്പെടുത്തിയതല്ല എന്നതായിരുന്നു. കാരണം സംഭവസ്ഥലത്ത് മൈക്കിൾ വീട്ടിലുണ്ടായിരുന്നില്ല. കൂട്ടിക്കലുള്ള തറവാട്ട് വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി അയാൾ. രാവിലെ വീട്ടിൽ നിന്ന് വന്ന് നോക്കുമ്പോഴാണ് റോസ്മേരി മരിച്ചു കിടക്കുന്നതായി കണ്ടത്. റോസ്മേരിക്ക് കൊല്ലപ്പെട്ട സെബാനുമായി പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സെബാൻ റോസ്വില്ലയിലും റോസ്മേരി സെബാൻ്റെ ഓഫീസിലും നിത്യ സന്ദർശകരായിരുന്നു. റോസ്മേരിയും സെബാനും കൂടി ഒരു തവണ വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും കുട്ടികൾ ഉണ്ടാകാതിരുന്നതിൽ ദുഃഖിതയായ റോസ്മേരി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും വഴിപാടുകളും നേർച്ചകളും നടത്തുകയും പതിവായിരുന്നു. സെബാനുമായി റോസ്മേരിക്ക് അരുതാത്ത എന്തെങ്കിലും ബന്ധമുള്ളതായി സംശയമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മുന്നിൽ മൈക്കിൾ അല്പസമയം നിശബ്ദനായി നിന്നു. ഒടുവിൽ ഇല്ല, സംശയിക്കുന്നില്ല എന്നുത്തരവും പറഞ്ഞു. ഗൾഫിൽ നിന്നും അവധിയെടുത്ത് നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 7 ദിവസമേ ആയിട്ടുള്ളൂ എന്നും മൈക്കിൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി. ഭാര്യ മരിച്ചിട്ടും ഏതാണ്ട് നിർവികാരതയോളം പോന്ന സമചിത്തതയോടെ പ്രശ്നങ്ങളെ നേരിട്ട മൈക്കിളിനോട് ഒടുവിൽ പോലീസ് ചോദിച്ചു, ഭാര്യ മരിച്ചു പോയിട്ട് നിങ്ങളെ അതൊന്നും ബാധിച്ചില്ലെന്ന് തോന്നുമല്ലോ. നിങ്ങൾക്ക് അവരുടെ മരണത്തിൽ ദുഃഖമില്ലേ? ഇല്ല. അതെന്താ? സ്വന്തം ഭാര്യ മരിച്ചാൽ ദുഃഖം തോന്നേണ്ടതല്ലേ? എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ദുഃഖം തോന്നുന്നില്ല. സത്യസന്ധമായി തന്നെ അയാൾ മറുപടി പറഞ്ഞു. പോലീസ് അവരുടെ നടപടികൾ പൂർത്തിയാക്കി മടങ്ങി. റോസ്മേരിയുടെ മരണം കൊലപാതകമാണോ എന്ന് മുളങ്കരക്കാർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ആത്മഹത്യയാണെന്ന കാര്യത്തിൽ പോലീസിനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. രാവിലെ സ്റ്റേഷനിലെത്തിയതേയുള്ളൂ. ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ ഇട്ടിച്ചൻ പറഞ്ഞു. ആരാ വിളിച്ചേ? ശശിശങ്കർ ചോദിച്ചു. ദേവസിക്കുട്ടിയുടെ വീട്ടിൽ നിന്നാണ്. സാറ് വന്നാൽ അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ആ ശരി. കസേരയിലിരുന്നിട്ട് തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ചു ശശിശങ്കർ. എന്നിട്ട് റിസീവർ എടുത്ത് ഡയൽ ചെയ്തു. ദേവസിക്കുട്ടിയെ തന്നെ ലൈനിൽ കിട്ടി. തൃശ്ശൂരിൽ നിന്നും തൻ്റെ മകൾ എത്തിയിട്ടുണ്ടെന്നും അവളെ ചോദ്യം ചെയ്യണമെങ്കിൽ വീട്ടിലേക്ക് വരാമെന്നും പറയാൻ വേണ്ടിയാണ് ദേവസിക്കുട്ടി വിളിച്ചത്. താൻ ഉടൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ശശിശങ്കർ ഫോൺ വെച്ചു. അനന്തരം അയാൾ ഇട്ടിച്ചനെയും കൂട്ടി ദേവസിക്കുട്ടിയുടെ വീട്ടിലെത്തി. ദേവസിക്കുട്ടി ചായ കൊടുത്ത് അയാളെ സൽക്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അന്ന് രാത്രി എൻ്റെ മോളെയും കൂട്ടി ഹോട്ടലിൽ ആയിരുന്നെന്നൊക്കെ അവൻ വെറുതെ പറഞ്ഞതാ സാറേ. അവൾ അന്ന് രാത്രി 9:30 തീവണ്ടിക്ക് കോട്ടയത്തുനിന്നും പോയായിരുന്നു. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കട്ടെ? സാറിന് നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ. ശശിശങ്കർ തലയാട്ടി.
മോളെ വിജി, ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു വാതിലിന് നേർക്ക് നോക്കി ദേവസിക്കുട്ടി വിളിച്ചു. വിജി ഇരിപ്പുമുറിയിലേക്ക് വന്നു. ശങ്കർ അവളെ അടിമുടി നോക്കി. കൊതിപ്പിക്കുന്ന സുന്ദരി. ഇവളുടെ കൂടെയാണ് ഒരു രാത്രി മുഴുവൻ അവൻ ഹോട്ടലിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനെ പറയാൻ തന്നെ ഒരു സുഖമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ആ കസേരയിലോട്ടിരിക്കുക, ശശങ്കർ അവളോട് പറഞ്ഞു. അവൾ പക്ഷേ ഇരുന്നില്ല. മേശമേൽ ചാരി തലയും താഴ്ത്തി നിന്നു. അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന് ശശങ്കറിന് തോന്നി. കണ്ണുകൾ ദീർഘനേരം കരഞ്ഞതുപോലെ ചുവന്ന് കലങ്ങി കിടക്കുന്നു. ഇടത്തെ കവളത്ത് കരിവാളിപ്പ് അവിടെ നീര് വെച്ചിട്ടുണ്ടെന്നും തോന്നി. അവളുടെ ചുണ്ടുകൾ കടന്നൽ കുത്തേറ്റ പോലെ വീങ്ങിയിരുന്നു. പായിപ്പാട്ട് വിൻസെൻറ്റിനെ അറിയാമോ? ശശങ്കർ ചോദിച്ചു. അറിയാം. അവളുടെ ഒച്ച അടഞ്ഞിരുന്നു. എങ്ങനെ അറിയാം? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. വെറും പരിചയം മാത്രമേ ഉള്ളോ? അവൾ മുഖം താഴ്ത്തി. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു? അല്ല. കഴിഞ്ഞ 25-ാം തീയതി രാത്രിയിൽ നിങ്ങളൊന്നിച്ച് കോട്ടയത്തെ ഓറിയൻ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നോ? ഇല്ല. ആ ഹോട്ടലിൽ പോയിട്ടേ ഇല്ലേ? ഇല്ല. അന്ന് രാത്രി നിങ്ങൾ കോട്ടയത്തുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എവിടെയായിരുന്നു? രാത്രി 9:30-യുടെ മലബാർ എക്സ്പ്രസ്സിന് തൃശ്ശൂർക്ക് പോയി. ടേപ്പ് ചെയ്തു വെച്ചതുപോലെ യാതൊരു വികാരഭേദവുമില്ലാതെയാണ് അവൾ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞത്. സമർത്ഥനായ ഒരു വക്കീൽ പറഞ്ഞു കൊടുത്തത് അതേപടി ആവർത്തിക്കുന്ന സാക്ഷിയുടെ സ്വരമായിരുന്നു അവൾക്ക്. സംസാരിക്കുമ്പോൾ അവൾ അയാളുടെ മുഖത്ത് നോക്കിയിരുന്നില്ല. കഴിഞ്ഞോ? ദേവസിക്കുട്ടി ചോദിച്ചു. ആ, കഴിഞ്ഞു. മോളകത്തേക്ക് പൊക്കോ, ദേവസിക്കുട്ടി പറഞ്ഞു. വിജി വാതിൽ കടന്നുപോയി. വാതിൽ കർട്ടനപ്പുറത്ത് ഒരു കരച്ചിൽ പൊട്ടിച്ചിതറിയതുപോലെ ശശങ്കറിന് തോന്നി. അയാൾ ദേവസിക്കുട്ടിയെ സൂക്ഷിച്ചു നോക്കി. സത്യം എന്താണെന്നൊന്നും ഞാൻ അവളോട് ചോദിച്ചില്ല, ദേവസിക്കുട്ടി തുറന്നു പറഞ്ഞു. ഞാനൊരപ്പനല്ലേ, പോലീസ് ചോദിച്ചാൽ ഇങ്ങനെയേ പറയാവൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ, നാളെ നല്ല നിലയിൽ കല്യാണം കഴിച്ച് അയക്കേണ്ടതാ. ഞാൻ ഇന്നലെ പത്രം കണ്ടായിരുന്നു. ഞാനൊരപ്പനല്ലേ. ഞങ്ങൾക്ക് ഒരു സത്യം അറിഞ്ഞാൽ മതി. അന്ന് രാത്രി നിങ്ങളുടെ മകൾ ഹോട്ടലിലൊന്നും പോയില്ല സാറേ. രാത്രി വണ്ടിക്ക് തന്നെ അവൾ പോയി. പിന്നെ അവർ തമ്മിൽ സ്നേഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് ശരിയാ. അവനും സെബാനും കൂടി അന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവളെ കാണുകയും ചെയ്തതാണ്. അത് അവൾ സമ്മതിക്കുന്നുണ്ട്. 9:30-യുടെ വണ്ടിക്ക് അവളെ യാത്ര അയക്കാൻ വിൻസെൻ്റ് സെബാനും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചെന്ന് അവൾക്കറിയില്ല. ഇത് സത്യമാണല്ലോ അല്ലേ? പിന്നെ അല്ലാതെ. സാറിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോട്ടയത്തെ ഓറിയൻ ഹോട്ടലിൽ ചെന്ന് ചോദിച്ചാട്ടെ. പിന്നെ ഞാനൊരപ്പനല്ലേ സാറേ. അത് കൂടെ പറയണ്ട, എനിക്ക് മനസ്സിലായി. സാറിന് ഞാൻ ക്വാർട്ടേഴ്സിൽ വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ സാർ വൈകുന്നേരം ഇങ്ങോട്ട് വാ. ജോമോനെ ഞാൻ ബാങ്കിലോട്ട് വിട്ടിട്ടുണ്ട്. ദേവസിക്കുട്ടി നന്ദിയില്ലാത്തവനല്ല സാറേ, അരക്കനുമല്ല. പറഞ്ഞതിൻ്റെ പൊരുൾ ശശങ്കറിന് ശരിക്കും ബോധ്യപ്പെട്ടു. ശരി, ഞാൻ പിന്നീട് കണ്ടോളാം. ശശങ്കർ പോകാൻ എഴുന്നേറ്റു. സാർ, ഒരു പെണ്ണിൻ്റെ ജീവിതം ഒരു തവണ കറുത്തുപോയാൽ പിന്നെ വെളുപ്പിക്കാൻ പാടാ. ഞാനൊരപ്പനല്ലേ. ഇൻസ്പെക്ടർ ശശങ്കർ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അന്ന് ഉച്ചതിരിഞ്ഞ നേരത്തെ ഹോട്ടൽ ഓറിയോണിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. സബ് ഇൻസ്പെക്ടർ ശശങ്കറും പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി. ജീപ്പിൻ്റെ പിന്നിൽ നിന്ന് കയ്യാമം വെച്ച നിലയിൽ വിൻസെൻറ്റിനെയും ഇറക്കി. വിൻസെൻറ്റിനെയും കൊണ്ട് ഇൻസ്പെക്ടർ ശശങ്കർ റിസപ്ഷൻ കൗണ്ടറിലേക്ക് ചെന്നു. ലോഡ്ജിങ് സൗകര്യമുള്ള ഹോട്ടലല്ലേ ഇത്? ശശങ്കർ റിസപ്ഷനോട് ചോദിച്ചു. അതെ. ശശങ്കർ വിൻസെൻറ്റിനെ നോക്കി. ഇതേ റിസപ്ഷനിസ്റ്റ് തന്നെയാണോടാ താനെന്ന് മുറിയെടുത്തപ്പോഴും ഉണ്ടായിരുന്നേ? വിൻസെൻ്റ് റിസപ്ഷനെ സൂക്ഷിച്ചു നോക്കി. അയാൾ തിരിച്ചറിഞ്ഞു. അതെ. കഴിഞ്ഞ 25-ാം തീയതി രാത്രി 10 മണിക്ക് ഈ നിൽക്കുന്നയാൾ ഒരു യുവതിയോടൊപ്പം ഈ ഹോട്ടലിൽ വന്നിരുന്നോ? ശശങ്കർ റിസപ്ഷനോട് ചോദിച്ചു. ഞാൻ ഓർക്കുന്നില്ല സാർ. ഇയാളന്ന് ഇവിടെ മുറിയെടുത്തിരുന്നോ? ഓർമ്മയില്ല സാർ. തനിക്കൊക്കെ പിന്നെ എന്താണോ ഓർമ്മ? സാർ, ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ. അതിനിടയ്ക്ക് ഒരാളെ മാത്രം? ആയിരക്കണക്കിനോ? ഇവിടെ എന്താണോ താമസമോ ഭക്ഷണമോ സൗജന്യമാണോ? അല്ല സാർ. താൻ ആ രജിസ്റ്റർ ഇങ്ങെടുക്കുക. 25-ാം തീയതിയിലെ പേജ് വേണം. റിസപ്ഷനിസ്റ്റ് രജിസ്റ്റർ ബുക്ക് നിവർത്തി വെച്ച് കൊടുത്തു. എവിടെയാണ് അതിൻ്റെ പേരും ഒപ്പും? ശശങ്കർ വിൻസെൻറ്റിനെ നിവർത്തി വെച്ച് രജിസ്റ്ററിൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. വിൻസെൻ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആൻ്റണി മൈക്കിൾ എന്നെഴുതി കോളം തൊട്ടു കാണിച്ചു. എസ് അത് നോക്കി. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആൻ്റണി മൈക്കിൾ, പെരുവന്താനം ബീവം മുണ്ടക്കയം. ഇതാണോടാ നിൻ്റെ പേരും അഡ്രസ്സും? കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നതുകൊണ്ട് അഡ്രസ്സ് തെറ്റിച്ചെഴുതിയതാ സാറേ. ആരെങ്കിലും അറിഞ്ഞാൽ അവൾക്ക് നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ചു. അതായത് ഇത് കള്ള അഡ്രസ്സാണ്? അതെ. പോകൃത്തരമല്ലേടാ നായിൻ്റെ മോനെ നീ കാണിച്ചത്? സാർ, അവളുടെ അഭിമാനത്തെ കരുതിയാണ്. ഇത് കോടതിയിൽ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റുമോടാ വിഡ്ഢി കഴുതേ? വിൻസെൻറ്റിന് ഉത്തരവുണ്ടായിരുന്നില്ല. നേരാണോടാ? ഈ അഡ്രസ്സ് ഇയാൾ എഴുതിയതാണോ? എസ് ഐ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. ഞാൻ ഓർക്കുന്നില്ല സാർ. ഇവിടുത്തെ റൂം ബോയ്സിനെ എല്ലാം വിളിക്കുക. ഇയാൾ ഇവിടെ താമസിച്ചെങ്കിൽ അതിൽ ആർക്കെങ്കിലും ഓർമ്മ കാണുമല്ലോ. റിസപ്ഷനിസ്റ്റ് ഉടനെ തന്നെ റൂം ബോയ്സിനെ എല്ലാം വിളിപ്പിച്ചു. അവരിൽ ആർക്കും വിൻസെൻറ്റിനെ കണ്ട ഓർമ്മയില്ല. ഷാജി എന്നുള്ള ഒരു പയ്യനാണ് അന്ന് റൂമിൽ വന്നത്. വിൻസെൻ്റ് റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു. എവിടെ ഷാജി?
അവനെ വിളിക്കുക എസ് ഐ ആജ്ഞാപിച്ചു. ഷാജി ഇന്നലെ പോയി സാർ. എങ്ങോട്ട് പോയി? ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഈ റൂം ബോയ്സ് ഒന്നും സ്ഥിരമായിട്ട് ഒരിടത്തും നിൽക്കാറില്ല. ചിലർ ഓർക്കാപ്പുറത്ത് സ്ഥലം വിട്ടുകളയും, ചിലർ പറഞ്ഞിട്ടേ പോകൂ. ഈ ഷാജി എവിടുത്തുകാരനാ? അറിയില്ല സാർ. വൈറ്റിലക്കാരനാണെന്നോ മറ്റോ പറഞ്ഞിരുന്നു. അഡ്രസ്സ് ഇല്ലേ? അഡ്രസ്സൊന്നും കുറിച്ച് വെച്ചിട്ടില്ല സാർ. ഒരാഴ്ച മുമ്പ് അവനിവിടെ ജോലിക്ക് വന്നത്. ഇന്നലെ പോവുകയും ചെയ്തു. ശരി, ഈ പേജിൻ്റെ ഒരു ഫോട്ടോ കോപ്പി വേഗം എടുപ്പിച്ച് തരണം. റിസപ്ഷനിസ്റ്റ് സമ്മതിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്തു. ജീപ്പിൽ സബ് ജയിലിലേക്ക് മടങ്ങുമ്പോൾ ഇൻസ്പെക്ടർ ശശിശങ്കർ വിൻസെൻറ്റിനോട് പറഞ്ഞു, ഇനി നിനക്ക് രക്ഷയില്ലട കള്ള നായിൻ്റെ മോനെ. നിൻ്റെ കൂടെ അന്ന് രാത്രി കിടന്നെന്ന് പറഞ്ഞ ആ പെണ്ണ് നിന്നെ അറിയില്ല.